നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്നത് ജെൻസി പ്രക്ഷോഭമാണ്. ഏതാണ്ട് 1996-നും 2010-നും ഇടയിൽ ജനിച്ച വിദ്യാർത്ഥികൾ, അങ്ങനെയാണ് ഇവരെ പറയപ്പെടുന്നത്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂൾ കോളേജുകളിൽ നിന്ന് യൂണിഫോം ധരിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിനെത്തുന്നു. ഏതാണ്ട് 19ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സൈന്യം ഇറങ്ങി വെടിവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 26ഓളം സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചു. ആ നിരോധനം പിൻവലിക്കണം. ഒപ്പം ഈ അഴിമതി ചെയ്യുന്നവരൊക്കെ തിരിച്ച് വീട്ടിൽ പോകുക, അല്ലെങ്കിൽ അത് നിർത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഇത്രയും വലിയ സ്വാധീനം യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് വലിയ അപകടകരമായൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കില്ലേ? ഇത് അതിൻ്റെ ദുരുപയോഗം ഏത് രീതിയിൽ ഒരു രാജ്യത്തെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതേസമയം ഇതിനൊരു ലാർജർ ഡയമെൻഷനുണ്ട്. ഇതൊരു ചൈന അമേരിക്ക സ്റ്റാൻഡ് ഓഫ് ആയിരുന്നു. SCOയിൽ ശേഷം ചൈനയ്ക്ക് അമേരിക്ക കൊടുത്ത ഒരു മറുപടിയാണ് ഈ സാധനം. എന്നാൽ അമേരിക്ക അത് പ്ലാൻ ചെയ്ത് കൊടുത്ത മറുപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റിസ്ക് നേപ്പാൾ സർക്കാർ എടുക്കുകയും അതിലവർ തോറ്റുപോവുകയും ചെയ്തു. വാസ്തവത്തിൽ നേപ്പാൾ സർക്കാർ ചെയ്തതിൽ അന്യായമൊന്നും ഞാൻ കാണുന്നില്ല. 2023-ലാണ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം സർക്കാരിൻ്റെ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. പ്ലസ് ഈ മീഡിയയ്ക്കെല്ലാം ഒരു ലിയസൺ ഓഫീസർ, എന്നുവെച്ചാൽ ചോദിക്കാനും പറയാനും ഒരാൾ. ഇവരെ പറ്റി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആർക്കാ നോട്ടീസ് ഇഷ്യൂ ചെയ്യുക? ആരാ കോടതിയിൽ വരിക? എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒരാൾ വേണ്ട. ഇതിങ്ങനെ ആകാശത്തിൽ നടക്കുകയാണ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആവശ്യമാണ്. ഒരു ലിയസൺ ഓഫീസറെ നിങ്ങൾ അപ്പോയിൻ്റ് ചെയ്യുക. ഇതായിരുന്നു ബംഗ്ലാദേശ് സർക്കാർ, അല്ല നേപ്പാൾ സർക്കാരിൻ്റെ ആവശ്യം. നേപ്പാൾ സുപ്രീം കോടതി അത് ശരിവയ്ക്കുകയും ചെയ്തു. കോടതി ഉത്തരവുമുണ്ട്. 2023 വർഷം 2ആയി ഇവന്മാർ രജിസ്റ്റർ ചെയ്യാനും തയ്യാറില്ല, ലിയസൺ ഓഫീസറും ഇല്ല. ചൈനയുടെ 2 പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഒന്ന് ടിക്ടോക്കും പിന്നെ ഒന്ന് വൈബറോ, അങ്ങനെ എന്തോ ഒരു സാധനം, വാട്സാപ്പ് പോലത്തെ മറ്റൊരു സാധനമാണ്. ഇവർ ചൈന എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ചൈന കൃത്യമായിട്ട് അവിടുത്തെ നേപ്പാൾ സർക്കാർ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്തു, ലിയസൺ ഓഫീസറെയും വെച്ചു. മറ്റവർ 26 പേര് ഇത് ചെയ്തില്ല. യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇവരൊന്നും തന്നെ ചെയ്തില്ല. ഫൈനലി ഇവരൊരു വാർണിംഗ് ഇഷ്യൂ ചെയ്തു, ഇത്രാം തീയതിക്കുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ ആപ്പുകൾ മുഴുവൻ നിരോധിക്കും. അങ്ങനെ ഇത് നിരോധിച്ചു. 4-ാം തീയതി മറ്റുമാണ് നിരോധിച്ചത്. ഇവർ 8-ാം തീയതി പിള്ളേർ തെരുവിലിറങ്ങി. മറ്റ് ഇതിന് മുമ്പ് നടന്ന കലാപങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് കലാപങ്ങൾ നടന്നത്. ഇവിടെ സോഷ്യൽ മീഡിയ നിരോധിച്ചതിനെതിരെയാണ് കലാപം. ഇപ്പോൾ ടിക്ടോക്ക് വഴിക്കോ മറ്റുമാണ് ഇവർ ഈ എല്ലാ മെസ്സേജും ഒക്കെ കൊടുത്തതൊക്കെ എന്ന് തോന്നുന്നു, പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെയും കലാപം ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നേപ്പാൾ. സോഷ്യൽ മീഡിയ വഴിക്കല്ല അത് ചെയ്തിരിക്കുന്നത്, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നിരോധനം അവർ സർക്കാർ തൽക്കാലം പിൻവലിച്ചിട്ടുണ്ട്. ബട്ട് അതുകൊണ്ട് സമരം തീരുന്നില്ല. സമരം ഈ KP ശർമ്മ ഒലി സർക്കാർ അഴിമതിക്കാരാണ്, അവർ പോകണം, ഇതാണ് ഡിമാൻഡ്. വാസ്തവത്തിൽ സമരം തുടങ്ങി ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഡിമാൻഡ് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ബാൻ ഒരു കാരണമായിരുന്നു. ഈ ഒട്ടകത്തിൻ്റെ പുറത്തെ അവസാനത്തെ വൈക്കോൽ അത് വെച്ചപ്പോൾ ഒട്ടകത്തിൻ്റെ നടുവൊടിഞ്ഞു. പക്ഷേ അത് വെച്ചത് കൊണ്ടല്ല നടുവൊടിഞ്ഞത്, അതും കൂടെ വെച്ചപ്പോൾ നടുവൊടിഞ്ഞു എന്നേ ഉള്ളൂ. നേരത്തെ ഭാരം ഇരിപ്പുണ്ട്. ഈ KP ശർമ്മ ഒലി സർക്കാർ ഒരു നക്സലൈറ്റ് സർക്കാരാണ്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, ഇതാണ് ഭരണകക്ഷിയുടെ പേര്. അവരുടെ കൂടെ മാവോയിസ്റ്റ് തന്നെ വേറെയുണ്ട്, നമ്മുടെ പഴയ പ്രചണ്ഡ ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് നേപ്പാളി കോൺഗ്രസ്, അവരാണ് ഉള്ളതിൽ അല്പം മർദ്ദമുള്ള ആൾക്കാർ. പഴയ പ്രധാനമന്ത്രി കൊയ്രാളയുടെ ഫാമിലി, അവരുടെയാണ് ആ പാർട്ടി. ഇങ്ങനെ 3 പാർട്ടി ചേർന്നാണ് ഭരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നേപ്പാളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്നല്ല, നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ്. നേപ്പാളിൽ നമ്മുടെ എംബസിയാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ എംബസി.
വലിയ കോമ്പൗണ്ടൊക്കെ ആയിട്ട് പെട്രോൾ പമ്പൊക്കെ ഉണ്ട് എംബസിക്കുള്ളിൽ. അതെ. അത് അത്ര വലിയ കോമ്പൗണ്ട്. കാരണം അതിനകത്ത് വണ്ടി കയറ്റിയിട്ട് എങ്ങാനും പെട്രോൾ തീർന്നു പോയി കഴിഞ്ഞാൽ പുറത്ത് വന്ന് പെട്രോൾ അടിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് ദൂരം ഓടിക്കേണ്ടി വരും. അപ്പോൾ അകത്ത് തന്നെ ഒരു പെട്രോൾ പമ്പും കൂടെ വെച്ച് കൊടുത്ത് അങ്ങനെ വലിയ റോയൽ ആൾക്കാരാണ് നമ്മൾ നേപ്പാൾ. ബട്ട് ഈ ശർമ്മ ഒലി സർക്കാരിന് നമ്മളോട് യാതൊരു ആനുകൂല്യമില്ല. അവർ മൊത്തം ചൈനയുടെ കൂടെയാണ്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് നിഷ്കാസിതനായ രാജാവുണ്ട്, കിങ് ജ്ഞാനേന്ദ്ര ഷാ. അങ്ങേര് മുങ്ങിയിരുന്നു നേപ്പാളിൽ നിന്ന്. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അങ്ങേരുടെ മകൻ കുടുംബത്തിലെ എല്ലാവരെയും വെടിവെച്ചു. അങ്ങനെ വലിയ ബ്ലഡ് ഷെഡ് നടന്നിട്ടാണ് രാജഭരണം പോകുന്നത്. ഇങ്ങേര് മുങ്ങിയിട്ട് പിന്നെ അങ്ങേര് തിരിച്ചു വന്നത് കഴിഞ്ഞ വർഷമാണ്. കാഠ്മണ്ഡു ത്രിഭുവൻ എയർപോർട്ടിൽ ഇങ്ങേര് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ ആൾക്കൂട്ടം ഇങ്ങേരെ സ്വീകരിക്കാൻ നേപ്പാളികൾ. രാജഭരണം തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ രാജഭരണം പോയതോടെയാണ് ഈ നേപ്പാൾ ഹിന്ദുരാഷ്ട്രം ആയിരുന്നില്ല. അതെ. അത് ഹിന്ദുരാഷ്ട്രമല്ലാതെ ഡെമോക്രാറ്റിക് ആക്കി. അത് ലോകം മുഴുവനുമുള്ള ആൾക്കാരുടെ ആവശ്യമായിരുന്നു. കാരണം ലോകത്താകെ ഒരേ ഒരു ഹിന്ദുരാഷ്ട്രമേ ഉള്ളൂ. അതിനെ നശിപ്പിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഈ ജോ ബീഡൻ മുതൽ നമ്മുടെ നാട്ടിലെ ഈ സുനിൽ പി ഇളയിടം വരെ അതിന് അത് പറ്റില്ല. അങ്ങനെ അതിനെ വൈപ്പ് ഔട്ട് ചെയ്ത് രാജാവിനെയും തല്ലി ഓടിച്ച് ഈ നക്സലൈറ്റുകളുടെ കയ്യിൽ ഭരണം കൊടുത്തു. ചൈനയെ പ്രീതിപ്പെടുത്താനായിരിക്കണം നമ്മൾ വേണ്ടിയിട്ട് ഇല്ലാത്ത ഒരു അതിര് തർക്കമൊക്കെ നേപ്പാൾ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്തു. നമ്മളും കുറച്ച് ദ്രോഹം ചെയ്തു കേട്ടോ. 1986 മറ്റുമാണ് നമ്മൾ രാജീവ് ഗാന്ധി അവിടെ പശുപതിനാഥ് ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി. നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ പൂജാരിമാർ പറഞ്ഞു രാജീവ് ഗാന്ധിക്ക് അകത്തേക്ക് കയറാം, പക്ഷേ സോണിയാഗാന്ധി കയറാൻ പറ്റില്ല. അവർ ക്രിസ്ത്യാനിയാണ്, വെള്ളക്കാരിയാണ്, അന്യനാട്ടുകാരിയാണ്, കയറ്റില്ല. ഇപ്പോൾ രാജീവ് ഗാന്ധി ആർഗ്യത്തിൽ പറഞ്ഞു അല്ലാതെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് എന്ത് കഴിച്ചതാണെങ്കിലും ശരി, കല്യാണമൊക്കെ ആൾക്കാർ ഒരുപാട് കഴിക്കാറുണ്ട്, അതൊന്നും ഇവിടെ നടക്കില്ല. രാജീവ് ഗാന്ധിക്ക് കയറിയിട്ട് പൊക്കോ. അത് രാജീവ് ഗാന്ധിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. രാജീവ് ഗാന്ധി ഒരു ബ്ലോക്കേഡ് ഏർപ്പെടുത്തി നേപ്പാൾ. അന്ന് മുതൽ നമ്മുടെ ബന്ധം അങ്ങ് വഷളാവാൻ തുടങ്ങി. വാസ്തവത്തിൽ രാജീവ് ഗാന്ധി അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കരുതായിരുന്നു. ഒരു അമ്പലത്തിൽ കയറണ്ടെന്ന് പറഞ്ഞാൽ ശരി, കയറണ്ടാകും, ഞാനും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അത്രയേ ഉള്ളൂ. അവിടുത്തെ ആചാരം അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചങ്ങ് അതൊരു ഇൻ്റർനാഷണൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആക്കി മാറ്റാൻ പാടില്ലായിരുന്നു. ആ ഒരു മര്യാദ അങ്ങേര് കാണിച്ചില്ല. അങ്ങേര് അത് ഒരു ധിക്കാരമായിട്ടും തൻ്റെ സ്ഥാനത്തെ വെല്ലുവിളിച്ചതായിട്ടും ഒക്കെ തോന്നിയിട്ട് നേപ്പാളിനെ ബ്ലോക്ക് ചെയ്തു. അതിന് ശേഷം ഒരുപാട് കുത്തിത്തിരിപ്പുകൾ നമ്മൾ അവരുടെ ഇടയ്ക്കും അവർ നമ്മളുടെ അവർക്കാണെങ്കിൽ ശക്തിയൊന്നുമില്ല. അവരെന്ത് കുത്തിത്തിരിപ്പ് നടത്താനാണ് ഇന്ത്യയിൽ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂവൽ കിട്ടില്ല. അവർക്ക് കടലൊന്നുമില്ലല്ലോ. നേപ്പാളിന് അവർക്ക് കുറച്ച് എക്സ്പോർട്ടും സംഗതിയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഒറീസയിലെ പോർട്ടിൽ കൊണ്ടുവന്നിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ സമ്മതിച്ചിട്ടാണ് നേപ്പാളിൽ നിന്ന് ഒറീസയിൽ കൊണ്ടുവന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേപ്പാളിന് ശ്വാസം വിട്ടും. ചൈന വഴിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹിമാലയം ടെറൈനൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവർ ചൈനയുമായിട്ട് അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഏകാധിപതികളുടെ ജനാധിപത്യം വഴിക്കാണ് ഇവർ അധികാരത്തിൽ വന്നതെങ്കിലും അഴിമതിക്കൊരു കുറവും ഉണ്ടായില്ല. അതാണിപ്പോൾ ഈ പിള്ളേർ റേസ് ചെയ്തിരിക്കുന്നത്. അഴിമതി സർക്കാർ പുറത്തു പോവുക. ഫലത്തിൽ കെ.പി. ശർമ്മ ഒലിക്ക് രാജിവെച്ച് പുതിയ ആളിനെ വയ്ക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്നാൽ ഈ സാഹചര്യം മുതലെടുക്കാൻ അതിനുള്ള സാമർഥ്യമൊന്നും ഈ രാജാവിന് ഇല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ രാജാവിന് പറ്റിയൊരു സമയമായിരുന്നത്. പക്ഷേ ആ ഒരു സ്റ്റേച്ചറൊന്നും അങ്ങേർക്കില്ല. പക്ഷേ സംശയം, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കലാപം ഉണ്ടാക്കുന്നത് US തന്നെ ആയിരിക്കില്ല. US-ൻ്റെ ലക്ഷ്യം ചൈന ഞങ്ങൾക്കെതിരെ നിന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഇതിന് സമാനമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ തരും. ഒരു ചൈനീസ് കലാപം അങ്ങനെ പറ്റുമോ? ഇല്ല. US ഇതിന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോംസ് നിരോധിച്ചു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോംസിനും നഷ്ടമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് നമ്മുടെ നാട്ടിൽ നിരോധിച്ചു എന്ന് വെച്ചു. യൂട്യൂബ് കൊണ്ട് ജീവിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് നഷ്ടം സംഭവിക്കും. ഫലത്തിൽ ഇന്ത്യക്ക് റവന്യൂ നഷ്ടം സംഭവിക്കും, യൂട്യൂബിനും നഷ്ടം സംഭവിക്കും. കാരണം ഇവർ യൂട്യൂബർമാർക്ക് കൊടുക്കുന്ന റവന്യൂവിനേക്കാൾ എത്രയോ കൂടുതലാണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അംശമാണല്ലോ ഇവർക്ക് കൊടുക്കുന്നത്. അതെ.
അപ്പോൾ ആ റവന്യൂ യൂട്യൂബിനും നഷ്ടപ്പെടും. ഇപ്പം നേപ്പാളിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ യൂട്യൂബിനും ട്വിറ്ററിനും ഒക്കെ നഷ്ടമുണ്ടാകും അഡ്വർടൈസ്മെൻറ്റ് റവന്യൂവിൽ. മറ്റേ കോമേഴ്സിൽ ഇതിലൊക്കെ നേപ്പാളിലും നഷ്ടമുണ്ടാകും. രണ്ടു കൂട്ടർക്കും നഷ്ടമുണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു ടോട്ടൽ എമൗണ്ട് വരുന്ന ഒരു $600 million ആണ്. രണ്ടുപേരുടെയും നഷ്ടം കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം പ്ലാറ്റ്ഫോംസ് നോക്കിക്കഴിയുമ്പോൾ ഒരു $600 million ആണ്. എന്ത് ചെയ്യണം ചേട്ടാ എന്ന് ട്രംപിനോട് ചോദിക്കുന്നു. ഒന്നും ചെയ്യണ്ട, കിടക്കട്ടെ. ഇതാണ് സംഭവം. അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ലിയാസൺ ഓഫീസറെ വയ്ക്കാൻ എന്താ ഇത്ര പ്രയാസം? ഒരു ഇതുമില്ലാത്ത എത്രയോ രാജ്യങ്ങൾ അവർ ചെയ്യുന്നു. ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. ട്വിറ്ററിന് ലിയാസൺ ഓഫീസുണ്ട്, ഫേസ്ബുക്കിൻ്റെ ഉണ്ട്, ഒക്കെ ഉണ്ട്. കേരള പോലീസ് മാത്രമാണ് ഇത് ഇല്ലാത്തത്. അവർക്ക് ആവശ്യം വരുമ്പോൾ ലിയാസൺ ഓഫീസർ അവർക്ക് കിട്ടും. ഫേസ്ബുക്ക് സഹകരിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് ആവശ്യമില്ലെങ്കിൽ അവർ പറയും, അല്ല അത് ഫേസ്ബുക്ക് അമേരിക്കയിലേക്ക് ഇമെയിൽ കൊടുത്തിരിക്കുകയല്ലേ, ഇപ്പം റിപ്ലൈ വരണ്ടേ, ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് കൈയൊഴിയുകയും ചെയ്യും. ഈ നാടകം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ല. അവിടെയൊക്കെ ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ ആളെ വിളിച്ച ആൾ വരും, കോടതിയിൽ വരും, സമാധാനം ബോധിപ്പിക്കും, കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തൊക്കെ ചെയ്യും. അപ്പോൾ ഇത് നേപ്പാളിൽ ചെയ്താൽ എന്താ ഇവർക്ക്? അത് ചെയ്തില്ല. ആ ചെയ്യാത്തതാണ് ചൈനയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളി. ഞങ്ങളിത് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്തില്ല, ചൈന ചെയ്തില്ല, നിങ്ങളങ്ങ് നടത്തിയാൽ മതി. നിങ്ങളുടെ സോഷ്യൽ മീഡിയ വെച്ച് നേപ്പാൾ നടക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. അപ്പം അത് ചൈനയ്ക്കുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഇൻഡയറക്റ്റ്ലി ഇന്ത്യയോടുള്ളൊരു പറച്ചിലുമാണ്. ഇന്ത്യയിലും ഇതേ കളി അവർക്ക് കളിച്ചു. അവർ ചെയ്തല്ലോ. നയാര റിഫൈനറി റഷ്യൻ ഇൻവെസ്റ്റ്മെൻറ്റുള്ള റിഫൈനറി ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ മൈക്രോസോഫ്റ്റ് ഇത് ബ്ലോക്ക് ചെയ്തവർ. എന്നിട്ട് അവർ കോടതിയിലൊക്കെ പോയിട്ട് പിന്നെ മൈക്രോസോഫ്റ്റ് സോറിയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. ബട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ കാണിച്ചു തന്നു അമേരിക്ക. ഇന്ത്യയിലും അത് ചെയ്തുകൂടായില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.